Hi dear children, let us start our physics class. Today we learn our second chapter, that is motion. Today we are discussing motion, rest with respect to the reference body and also vector and scalar quantity. Before that, look at this figure. There is a conversation between a student and a teacher. The student says, "Sir, how fast does the soaring plane fly out of sight?" That time the teacher replied that there is nothing so surprising about it. Aren't we too moving at great speed? എന്താ പറഞ്ഞേ? കുട്ടി ചോദിക്കുവാണ്, സാറേ ആ എയ്റോപ്ലെയിൻ എത്ര വേഗത്തിലാണ് പോകുന്നേ? അപ്പോൾ മാഷ് പറയുവാണ്, അതിലത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം നമ്മളും നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. That time the student surprising and asking, how is that possible, sir? Aren't we still now? അതെങ്ങനെയാ സാറേ നടക്കുക? നമ്മളിവിടെ ചുമ്മാ നിൽക്കുകയല്ലേ? അപ്പോൾ സാറ് പറയണേ, നോട്ട് അറ്റ് ഓൾ, നൗ വി ആർ മൂവിങ്. നമ്മളിപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് യു തിങ്ക്? നൗ വി ആർ മൂവിങ്. ഹൗ ഡു വി നോ വെദർ എ ബോഡി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ അറ്റ് റെസ്റ്റ്? How? Okay, let's discussing that point. Okay. So what is motion or rest? What is motion? If the position of an object changes with respect to the reference body, then the body is said to be in motion. Reference body വെച്ച് നോക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ബോഡി ഈസ് ഇൻ മോഷൻ. സോ വാട്ട് ഇസ് റെസ്റ്റ്? ഇഫ് ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച്, ദ ബോഡി ഈസ് സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ്. റെഫറൻസ് ബോഡിയെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലാണെന്ന് പറയും. അതല്ല, റെഫറൻസ് ബോഡിയെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഇൻ മോഷൻ. സോ വാട്ട് ഈസ് റെഫറൻസ് ബോഡി? റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് an object is described. What is? Reference body is the object with respect to a body is in state of rest or motion of an object is described. That body is called reference body. അതായത് ഏതൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടാണോ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്, ആ ബോഡിയാണ് നമ്മൾ എന്ത് പറയുക? റെഫറൻസ് ബോഡി എന്ന് പറയും അല്ലേ? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? നമുക്ക് നോക്കാം, വാട്ട് ഈസ് റെഫറൻസ് ബോഡി? Look at this first figure. What is he? A crow sitting on a cow grazing in a field. എന്താണ്? ഒരു കാക്ക പശുവിൻ്റെ പുറത്തിരിക്കുകയാണ്. പശു എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടന്ന് തിന്നുകയാണ് അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ കാക്ക പശുവിൻ്റെ പുറത്ത് പോയിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, കാക്ക പശുവിൻ്റെ പുറത്ത് പോയിരുന്നു. അവിടെ അനങ്ങാതെ ഇരിക്കുകയാണ് ആര്? കാക്ക. ക്ലിയർ അല്ലേ? പശുവിൻ്റെ പുറത്തുനിന്ന് കാക്ക അനങ്ങുന്നില്ല. പക്ഷേ പശു പുല്ല് തിന്ന് നടന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എന്താണ്? ഒരു ഫ്ലവറൊക്കെ ഉള്ള സ്ഥലത്താണ്. അവിടെ നിന്നെല്ലാം മൂവ് ചെയ്ത് മൂപ്പര് എവിടെ എത്തിയെന്നറിയാവോ? ഒരു മരത്തിൻ്റെ അടിയിലെത്തി. എവിടെ എത്തി? മരത്തിൻ്റെ അടിയിലെത്തി. ഇനി ഞാൻ ചോദിച്ചോട്ടെ, അപ്പോഴും കാക്ക അതേ പശുവിൻ്റെ അതേ പൊസിഷനിൽ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദി കൗവിനെ വെച്ച് നോക്കുമ്പോൾ, പശുവിനെ വെച്ച് നോക്കുന്ന സമയത്ത് കാക്ക മൂവ് ചെയ്തിട്ടുണ്ടോ? കാക്ക എവിടെയാണോ ഇരുന്നത് അവിടെ നിന്ന് അനങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം കാക്ക എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ക്ലിയർ? ബട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടോ? അതായത് ഇപ്പോൾ ആദ്യം പശു പൂവുള്ളിടത്തായിരുന്നു. അവിടുന്ന് നീങ്ങി എവിടെ എത്തി? മരത്തിൻ്റെ അടിയിലെത്തി. അപ്പോഴും പശു നീങ്ങിയപ്പോൾ പശുവിൻ്റെ പുറത്ത് ആരുണ്ട്? കാക്ക അനങ്ങാതെ പശുവിൻ്റെ പുറത്തിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ കാക്ക മൂവ് ചെയ്തോ ഇല്ലയോ? കാക്ക മൂവ് ചെയ്തു. ആദ്യമുള്ളിടത്താണോ? അല്ല. അപ്പോൾ ദാറ്റ് ടൈം ക്രോ ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ക്ലിയർ? നമ്മളിവിടെ പറഞ്ഞില്ലേ വിത്ത് റെസ്പെക്ട് ടു ദി
കൗവിനെ വെച്ച് നോക്കുന്ന സമയത്ത് കാക്ക മൂവ് ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. കാക്ക കൗവിൻ്റെ ഏതൊരു പുറത്ത് അവിടെ കറക്റ്റ് പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ അനങ്ങാതിരിക്കുകയാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദ കൗ, ക്രോ ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്, ദ ക്രോ ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഗ്രൗണ്ടിൽ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഈ പൂവുള്ളടുത്തായിരുന്നു, പിന്നെ പശു മൂവ് ചെയ്ത് എവിടെ എത്തി? മരത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ കാക്കയും അവിടെ എത്തിയില്ലേ? ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ കാക്കയും മൂവ് ചെയ്തു. ഈ രണ്ട് സിറ്റുവേഷൻസില്ലേ, വിത്ത് റെസ്പെക്ട് ടു ദി കൗ, വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്, ദാറ്റ് ഈസ് റെഫറൻസ് ബോഡി. ലുക്ക് അറ്റ് ദിസ് നെക്സ്റ്റ് ഫിഗർ. വാട്ട് ഈസ് ദാറ്റ്? എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ് ഓർ സ്റ്റാൻഡിങ് ഇൻ എ ഗ്രൗണ്ട്. ക്ലിയർ? ആ കുട്ടി അനങ്ങുന്നുണ്ടോ? അവനവിടെ മൂവ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് ഹീസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ? വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്, ഗ്രൗണ്ട് എന്ന് അനങ്ങുന്നുണ്ടോ? ഇല്ല. നമുക്ക് പറയാം ഹീസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ദി സൺ. എന്താണ്? ഹീസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതായത് സണ്ണിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റും എന്ത് തന്നെയാണ്? മൂവ് ചെയ്യണം. കാരണം നമുക്കറിയാം നമ്മളെ എർത്തിങ് റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് എല്ലാം സണ്ണിന് വിത്ത് റെസ്പെക്ട് ടു ദി സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്ട്സും എന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും. ക്ലിയർ? സോ ദീസ് ആർ ദ 2 റെഫറൻസ് ബോഡീസ്. ഏതൊക്കെയാണ്? വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്, വിത്ത് റെസ്പെക്ട് ടു ദി സൺ. ക്ലിയർ? അപ്പോൾ ഇതാണ് റെഫറൻസ് ബോഡി. എന്തിനെ വെച്ചിട്ടാണോ നമ്മളൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് റെഫറൻസ് ബോഡി. ഐ തിങ്ക് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം വാട്ട് ഈസ് റെഫറൻസ് ബോഡി, അപ്പം എന്താണ് റെഫറൻസ് ബോഡി എന്ന് കാണാതെ പഠിച്ചു വെക്കണ്ട, പക്ഷേ ആ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ? ഓൺ ദിസ് ബേസിസ് വി ക്യാൻ കംപ്ലീറ്റ് ദിസ് ടേബിൾ ഈസിലി. വാട്ട് ഈസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ? എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്. എന്താണ്? ഒരു മൂവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലെ യാത്രക്കാരനാണ് പറഞ്ഞത്. വിത്ത് റെസ്പെക്ട് ടു ദി ബസ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ബസ്സിൽ നമ്മൾ കയറിയിരുന്നു, ഒരു പാസഞ്ചർ കയറി അവിടെ ഇരുന്നു, അയാൾ ആ സീറ്റിൽ നിന്ന് അനങ്ങുന്നില്ല. ക്ലിയർ? വിത്ത് റെസ്പെക്ട് ടു ദി ബസ് അദ്ദേഹം എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ദി റോഡോ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ബസ്സിൽ കയറി ബസ് ഫറോക്കിൽ നിന്ന് കാലിക്കറ്റിലോട്ട് പോവാണ്. ക്ലിയർ? ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫറോക്കിൽ നിന്ന് ഒരു ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു, അവിടെ നിന്ന് അനങ്ങുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു ദി ബസ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ദി റോഡോ, നമ്മൾ ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഫറോക്ക് സ്റ്റാൻഡിൽ നിന്ന് കയറി അവിടെ തന്നെ നിൽക്കുകയാണോ? അല്ല, നമ്മൾ ചെറുവണ്ണൂർ കഴിഞ്ഞു, മീൻചന്തയൊക്കെ എത്താറായി. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദി റോഡ് എന്താണ്? വി ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സിറ്റുവേഷൻ? എ ക്രോ സിറ്റിംഗ് ഓൺ എ കൗ ഗ്രേസിംഗ് ഇൻ എ ഫീൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വിത്ത് റെസ്പെക്ട് ടു ദി വിത്ത് റെസ്പെക്ട് ടു ദി കൗ എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് മോഷൻ. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ദ നെക്സ്റ്റ് കേസ്, എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. വാട്ട് ഇസ് ദ സിറ്റുവേഷൻ? വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് എന്താണ്? ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. വിത്ത് റെസ്പെക്ട് ടു ദി സൺ സ്റ്റേറ്റ് ഓഫ് മോഷൻ. സണ്ണിനടിയിലുള്ള എന്ത് തന്നെയാണ് നമ്മൾ സണ്ണിനെ റെഫറൻസ് ബോഡി ആക്കി വെക്കുവാണെങ്കിൽ എല്ലാം എന്തായിരിക്കും? സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും അല്ലേ? സണ്ണിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം സ്റ്റേറ്റ് ഓഫ് മോഷനായിരിക്കും. വിത്ത് റെസ്പെക്ട് ടു സൺ ഓൾ ഒബ്ജക്ട്സ് ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് കേസ് നോക്കിയേ. എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. അവിടെ നമുക്ക് സിറ്റുവേഷൻ എഴുതി വെക്കണം. ഏതൊക്കെ വിത്ത് റെസ്പെക്ട് റെഫറൻസ് ബോഡിയാണ് അവിടെ എഴുതേണ്ടത്. എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടേബിൾ. ടേബിളിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ടേബിളിൽ നിൽക്കുവാണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ദി ഫ്ലോർ, ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഓഫ് മോഷൻ. കാരണം ബുക്ക് നിന്ന പൊസിഷനിലാണോ, ടേബിളിൻ്റെ പൊസിഷൻ മാറി. അതായത് ഫ്ലോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കേസസ് ആണ്. സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ ഒരു ഒബ്ജക്റ്റ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വാട്ട് ഇസ് റെഫറൻസ് ബോഡി എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് വെക്റ്റർ ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. സോ വാട്ട് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി? Physical quantities having both magnitude and direction. That type of quantities are called vector quantity. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന് എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ.
വാട്ട് ഇസ് മാഗ്നിറ്റ്യൂഡ്? അതായത് നമുക്കറിയാം വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്, ദാറ്റ് ഇസ് മീറ്റർ, ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. അതായത് ഓരോന്നിനും യൂണിറ്റ്സ് ഉണ്ട്, അളവുകൾ, പരിമാണങ്ങളുണ്ട്. ദാറ്റ് ഈസ് magnitude. So in the case of vector quantity has both direction and magnitude. For example, displacement, velocity, acceleration, etc. So the next is, what is a scalar quantity? Scalar quantity is also a physical quantity which has only magnitude but there is no ഡയറക്ഷൻ. സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എപ്പോഴും എന്ത് കാണിക്കും? ആരോ മാർക്ക് ഇട്ടിട്ട് ഡയറക്ഷൻ കാണിക്കും. ബട്ട് സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എന്തില്ല? ദർ ഇസ് നോ ഡയറക്ഷൻ, ഓൺലി മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ഉണ്ടാവും. ക്ലിയർ? സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സ്കേലാർ ക്വാണ്ടിറ്റി? ലെങ്ത്, വോളിയം, സ്പീഡ്, എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് സ്കേലാർ quantity. Clear? So that's all today. Thank you.